നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചന്ദനക്കാംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു പ്രദേശത്ത് ചന്ദനക്കാംപാറ ഭാഗത്തൊക്കെ കാട്ടാന ശല്യം ഒട്ടും ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തുകാർക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ കാട്ടാന ഈ പ്രദേശത്തൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആന വന്ന ഇവരിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, പക്ഷേ ഇവിടെ ആന വന്നിട്ടേ ഇല്ല, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആന എത്തി. അത് 3-4 ആന ഒരുമിച്ചാണ് വന്നത്. ഞാനിപ്പോൾ ആ പ്രദേശത്താണുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതും ഇവിടെയുള്ള ആളുകളോട് നമുക്കിതിനെക്കുറിച്ച് ചോദിക്കാം. കാരണം ഓരോ ദിവസം പുതിയ സ്ഥലങ്ങളിലേക്ക് ആനകൾ ഇങ്ങനെ വരികയാണ്. ഇതുവരെ ആന എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ ആന വരുന്നു. അത് ഒരു നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെയുള്ള ആ ഒരു പല ആൾക്കാരുടെ പറമ്പിൽ കൂടെയാണ് ആന വന്നിരിക്കുന്നത്. നമുക്കവിടെ ആദ്യമായിട്ട് ഒരു പറമ്പിലെ ആളോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വർഗീസ്. ഇത് ചന്ദനക്കാംപാറ. ഇവിടെ എന്നാ ചേട്ടാ ആന ഇറങ്ങി? ഇവിടെ ഇപ്പോൾ 2 ദിവസമായി. 2 ദിവസമായി അല്ലേ? ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നതാണോ? അല്ല, ഇതുവരെ ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ചേട്ടൻ എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 57 ഇവിടെ കയറിയതാണ്. ഇപ്പം അതുകൊണ്ട് 68 വർഷമായി. 68 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ആന വരുന്നത് അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണിത് എത്തിപ്പെട്ടതെന്ന് വല്ലതും അറിയുമോ? എന്താണ് അതിൻ്റെ കാരണമെന്നോ? കാരണം എന്നുള്ളത് ഇന്നുവരെ ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഉണ്ടോ? ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് കയറിയ ഫോറസ്റ്റ് ഉണ്ട്. പാടാങ്കൊല അങ്ങോട്ട് അങ്ങ് മുകൾ ഭാഗത്തോട്ട് പോയാൽ ഫോറസ്റ്റ് ഉണ്ട്. അപ്പം അവിടുന്ന് ഇപ്പം അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇതുവരെ? അല്ല, അവിടെയെല്ലാം നേരത്തെ മുതൽ ആന ഇറങ്ങി പിന്നെ സഞ്ചരിച്ച് ആടാമ്പാറ ഭാഗം എല്ലാം പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പം ഇതുവരെയും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ടുള്ള വരവ്. ചന്ദനക്കാംപാറ ഭാഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്? ചന്ദനക്കാംപാറ ഭാഗമല്ല, ചന്ദനക്കാംപാറ പള്ളിയുടെ ഭാഗത്തോട്ട് ആദ്യമായിട്ടാണ്. ആണല്ലേ? മറ്റേ മുകളിൽ ഫെൻസിങ് ഒന്നും ഇല്ല? എന്തോ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ലേ? ഇല്ല, അവിടെ അങ്ങനെ ഇല്ല. തൂക്കുവേലി ഒന്നുമില്ല? തൂക്കുവേലി ഈയിടെ കഴിഞ്ഞ് വേലി കെട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുറേ പേര് കൂടി അങ്ങനെ കെട്ടി നമ്മുടെ പയ്യാവൂർ പഞ്ചായത്തിൻ്റെ എറുപ്പിൽ അവിടെ പണി നടത്തിയിട്ടാണ്. അത് എങ്ങനെ തകർന്നു പോയെന്നുള്ളത് എനിക്ക് സൂക്ഷ്മം അറിയത്തില്ല. തൂക്കുവേലി തകർന്നു പോയോ? തകർന്ന് ആന കയറിയണം തടി വെട്ടിയിട്ടാണോ എന്നുള്ളത് ഇങ്ങനെയൊക്കെ പറച്ചിലുണ്ട്. ഇവിടെ എവിടെയൊക്കെയാണ് വന്നേക്കുന്നത്? ഇവിടെ നമ്മുടെ ഇപ്പം വന്ന് അങ്ങേ മുകളിൽ കുറച്ച് മുക്കണ്ണിയ ഭാഗത്തു നിന്ന് അതിലേ ആന ഇറങ്ങി ഇതിലേ വന്ന. ഇവിടെയൊക്കെ വീടുകളുള്ള പ്രദേശങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇവിടെ തന്നെ ഒരു 10-12 വീടുണ്ട്. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ കാണിക്കാം. അതെ. എന്നിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് വന്നേ ഈ റബ്ബർത്തോട്ടത്തിൽ കൂടെയോ? ഇതൊക്കെ തിന്നാ ആന? ആന തിന്നാ. പിന്നെ വന്നിട്ടോ ഇവിടെ വന്നിട്ടോ? അവിടെ നിന്ന് വന്നിട്ട് ഇതിലേ വന്നു. മുറ്റത്തിറങ്ങിയോ? മുറ്റത്ത് വന്ന ഭാഗമാണ്, കാണിക്കാം. ഇതിലേ ഇങ്ങനെ പോന്നു. എൻ്റെ വീടിൻ്റെ മുറ്റത്തോടെ വന്നു. ഇതാ ഇത് ആനയുടെ കാൽപാദമാണ്. ആന ചവിട്ടിയ കാൽപാദമാണ്. ചേട്ടൻ നേരിട്ട് കണ്ടോ? അല്ല, രാത്രി ആയതുകൊണ്ട് 2-2:30 ആയപ്പോൾ ഞാൻ കാണാൻ പറ്റില്ല. ഇറങ്ങിയപ്പോഴത്തേക്ക് ആന താഴെ ചെന്നു, വെള്ളം ഉണ്ടാക്കി. ഇതില്ലേ ഇതിലിങ്ങനെ പോയേ? ഇത് ഈ സൈഡിൽ കൂടെ എന്താ ആന ചവിട്ടിയ പാടാ. ഇതൊക്കെ ആന ചവിട്ടിയല്ലേ? ഇതാണ് ആന ചവിട്ടി ഇറങ്ങി പോയ പോയില്ലേ? എന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടോ? അങ്ങോട്ട് പോയി. അവിടെയും വാഴ കാണിക്കാം. ഇത് ഞാൻ രാവിലെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 2-2.5-3 കിലോമീറ്ററെങ്കിലും ആണ്. ഉണ്ടല്ലേ? ഈ വഴിക്കൊക്കെ മൊത്തം വീടുകളല്ലേ? അവിടെ എല്ലാം വീടുകളാണ്. അവിടെ താമസമില്ലാഞ്ഞിട്ട് ആനയുടെയും പിന്നെ പന്നികളും ഇങ്ങനെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ആൾക്കാർ അവിടുന്ന് പിന്നെ വേറെ 10-15 സെൻറ്റ് സ്ഥലം മേടിച്ച് പല സ്ഥലത്തോട്ട് പോയി. ഏറ്റവും മുകളിലുള്ളത്? ഏറ്റവും മുകളിൽ ആന ഇതിലെ ഒന്നുണ്ട്. കാൽപ്പാടം ചവിട്ടിയത് ചവിട്ടിപ്പോയല്ലേ? ഇതെന്ത് നോക്കി വന്നാവോ? ഇതിൻ്റെ അകത്ത് ഇവിടെ ഒന്നും അങ്ങനെ വാഴ പോലും ഉള്ള സ്ഥലമല്ലേ? വാഴ ഇതാണ്, തകർത്ത വാഴയതാ സ്വന്തം. ഇടയ്ക്കും തലയ്ക്കും 1-2 വാഴയല്ലേ ഉള്ളൂ ഇവിടെ. അവിടെ പിന്നെ കയ്യാല ഇടിച്ചു റോഡ് സൈഡ്. ആന അപ്പുറത്തോട്ട് അങ്ങോട്ട് തിരിഞ്ഞു വെച്ചാൽ കുറേ ഇറങ്ങി താഴെ റോഡിലേക്ക് ഇറങ്ങി. റോഡിലിറങ്ങിയിട്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ടും പോയി. പിന്നെ കുറേ കണ്ടും നന്നായി അല്ലേ അങ്ങോട്ടും പോയി. ആ വട്ടം ചുറ്റിയാൽ പോയി. ആ കാണുന്ന വീട്ടുകാരുടെ അതിൽ റോഡുണ്ട്.
അതിൽ ചുറ്റിയിട്ട് വട്ടം കയറി ആ മല കയറി റോട്ടിൽ കൂടെ തന്നെ പോയിട്ട് വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്തോട്ടാണ് പോയത്. ഇവിടെയെല്ലാം തികയല്ല, റോഡുള്ള തികയെല്ലാം തീരാ. ഇതിവിടെ ഈ ഭാഗത്ത് ആന പന്നി ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും ആന ആദ്യമായിട്ടാണ് വരുന്നത്. ആ, ഞങ്ങൾ രാവിലെ 2:30 എഴുന്നേൽക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് പിന്നെ ആനയുടെ വേളം കേട്ടത്. അറിഞ്ഞായിരുന്നു രാത്രി? രാത്രി ആനയാന്നുള്ളത് എല്ലാവരും പറയുകയും ചെയ്തു. ഭയങ്കര കാറി ഇവിടെ കാറി കാലുണ്ട്. അപ്പോൾ എന്നിട്ട് ഇറങ്ങി നോക്കിയില്ല? ഇറങ്ങി, ഞങ്ങളെല്ലാം കൂടെ പിള്ളേരെല്ലാം കൂടെ ഇറങ്ങി. അയ്യോ പോകണ്ട, ആനയുടെ ശല്യം തിരിഞ്ഞ് നമ്മളെ ശല്യപ്പെടുത്തും എന്ന് പറഞ്ഞ കാരണം നമ്മൾ ആ ഭാഗത്തോട്ട് പോയില്ല. നോക്കിയോ? ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കണ്ടോ? അല്ല, ആന കാണാൻ പറ്റിയില്ല. ആന അന്നേരത്തേക്ക് അവിടെ പോയി, താഴെ എത്തിയില്ലേ? താഴെ നിന്നു. വഴിതെറ്റി വന്നാണെന്നും പറയാൻ പറ്റിയല്ലേ? വഴിതെറ്റി വന്നാണെന്നുള്ളത് ഇപ്പം താഴോട്ട് പോകണോ? താഴോട്ട് പോയാലോ? അവിടെ വേറെ എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടോ? എന്തോ വേറെ എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഈ വാഴ കളഞ്ഞാൽ കയ്യാലെ അടിച്ച് ഇങ്ങനെ വട്ടം കറങ്ങി പോവുക ചെയ്തത്. റോഡിലോട്ട് ഇറങ്ങിപ്പോയില്ലേ? ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഭാഗത്തോട്ട് ആന ഇറങ്ങിയത്. പിന്നെ ചാമ്പക്കടവ് എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ 68 വർഷമായി. 68 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ് ഈ ഭാഗത്തോട്ട് ആന വന്നത്. വലിയ ടൗണല്ലേ ഇത് ചന്ദ്രക്കാമറ? അതെ, ഇതുണ്ടോ വീടുകളുള്ള? അതിലിറങ്ങാവേ, ഇതിലേ ഇറങ്ങിയിട്ടാണ് ആന പോയത്. ഈ ഇതിലെ കൂടെ ഒക്കെ ഇടിച്ചിടിച്ച് പോയത്? ഇവിടെ അടിച്ച് ഇങ്ങനെ പോയില്ല. ഇനിയിപ്പോൾ താഴേക്ക് പോണ്ട. ഇത് റോഡാണ്, രണ്ടാമത്തെ റോഡ് 2 ഭാഗം ഇടിച്ചിട്ടുണ്ട്. അവിടെ ഇടിച്ചിട്ടുണ്ട്? കാര്യമായിട്ടുള്ള കൃഷിനാശം എവിടെയാണ് വരുത്തിയേക്കുന്നത്? മുകളിൽ ഭാഗത്താ? മുകൾ ഭാഗമാണ്. അങ്ങോട്ട് പോകാട്ടോ, എനിക്കൊന്ന് നോക്കിക്കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാം. ഉണ്ടോ പല എല്ലായിടത്തൂടെ ആ ചവിട്ടി പോയത്. അവിടെ ഒന്നും കൂടുതലുണ്ടോ? ഇവിടെ അപ്പുറത്ത് ഇടിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഇടിച്ചിട്ടുണ്ട്. അതേപോലെ ഏതാണ്ട് 3 ആനയും ഒരു കുട്ടിയാനയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. JCB ഇറങ്ങിപ്പോയല്ലേ? ഇതാണ് ആ റോഡ് സൈഡ്. അതിലെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് റോഡാണ്. അവിടെ ഇടിച്ചിട്ടുണ്ടല്ലോ? അവിടെ ഇടിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ പോയി? അങ്ങോട്ട് പോയി. ഈ വീടിൻ്റെ മുമ്പിൽ കൂടെ? വീടിൻ്റെ മുൻവശത്തോടെ. വീടിൻ്റെ മുമ്പിൽ കൂടെ അങ്ങനെ പോയില്ലേ? എന്താ ഈ ഭാഗത്ത് വലിയ കാര്യമായിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വഴി തെറ്റി വന്ന ആകാനും സാധ്യതയുണ്ട്. പക്ഷെ ഒരെണ്ണമൊന്നുമല്ല, 3-4 ഉണ്ടായിരുന്നു. വെള്ളം കൂട്ടിയപ്പോഴാണ് അവരോട് ചോദിച്ചില്ല, അവർ ഇറങ്ങി രാത്രി ചെയ്യേണ്ട മുള്ളൻ ഇറങ്ങിയപ്പം അവരെ വിളിക്കാനോ പട്ടിയെല്ലാം ഭയങ്കര കുറയാണ്. അവരിറങ്ങിയപ്പോൾ ആരെ കണ്ടത്? പട്ടിയുടെ ഓരോണ്ട് അറിഞ്ഞല്ലേ? അല്ല, അവർ പുള്ളിക്കാരനുണ്ട് രാത്രിയിൽ ഇറങ്ങി മുറ്റത്ത് ഇറങ്ങുമ്പോഴാണ് പട്ടിയും കയറുന്നത് കുറച്ച്. ആണല്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞില്ല. പട്ടി കുറച്ചുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാഞ്ഞല്ലേ? പട്ടി കയറുന്നുണ്ടോ? പട്ടിയുടെ വെള്ളം കൊണ്ട് അങ്ങോട്ട് പോകാതെ വീടുകളുണ്ട്. നമ്മളിപ്പോൾ അവിടുന്ന് കുറച്ചും കൂടെ മുകളിലേക്കായിട്ടുള്ളൊരു ഭാഗത്താണ് നിൽക്കുന്നത്. അവിടെ അതായത് ആന ഇറങ്ങി വന്ന ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ്, ഈ ഭാഗത്തും കുറേ തെങ്ങും മറ്റ് സംഭവങ്ങളൊക്കെ കളഞ്ഞാണ് വന്നിരിക്കുന്നത്. പല ആളുകളുടെ പറമ്പിൽ കൂടെ ഇറങ്ങിയാണ് ആന ഇവിടെ എത്തിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പലരും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി ആൾക്കാരുടെ പറമ്പിൽ കൂടെ ഇറങ്ങിയിട്ടാണ് ആന അത്രയും താഴെ എത്തിയത്. ഈ ഒരു വഴിക്കാണ് ആന പോയത് കേട്ടോ. ഈ പുല്ലൊക്കെ മാറിക്കിടക്കുന്ന നമുക്ക് കാണാം.
തെങ്ങ് കണ്ടോ, ഇവിടെ ഒരു തെങ്ങ്, ഇവിടെ ഒരു വാഴ. വീണ്ടും കുറച്ചുകൂടെ അപ്പുറത്തോട്ട് വരുമ്പോൾ ഓടിച്ചു പോന്നല്ലേ. ഇവിടുന്ന് പിന്നെ താഴേക്കേ ഈ തെങ്ങ് കളഞ്ഞല്ലേ. ഇവിടെ ഒരു തെങ്ങ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടുണ്ട് ഒരു തെങ്ങ്. ഈ ചൂട് ഉണ്ടോ, എന്തുമാത്രം ശക്തമായിട്ടാണ് ആ ചൂട്. ചൂട് കളഞ്ഞത് ഓടിച്ചു കളഞ്ഞല്ലേ. ഓടിച്ചേ ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തിന്നോളൂ. അല്ലേ തെങ്ങല്ലേ, അത് ഓടിച്ചാ മറിച്ചല്ലേ, എത്താത്തത് അങ്ങ് മറിക്കും അല്ലേ. ഇവിടെ വന്നിട്ട് ഇതിലല്ലേ താഴേക്ക് പോയേക്കുന്നത്. കുരുത്തോല പറിക്കാനേ. ഇതിലിങ്ങനെ കയറി അങ്ങോട്ട് പോയി ഇറങ്ങി ഇങ്ങനെ വന്നു കേട്ടോ. ആ ചെറിയ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോയതല്ലേ. അതിന് പോയിട്ടുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ആകത്തെ ഇങ്ങനെ കയറി ഈ ഒരു പറമ്പിലേക്ക് ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ച ആ ചേട്ടൻ്റെ, അതായത് ചന്ദനക്കന്മാർ ടൗണിനോട് ചേർന്നുള്ള ആ ഒരു പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്ററെങ്കിലും നമ്മൾ മുകളിലേക്ക് വന്നു കേട്ടോ. ആ ഒരു ഭാഗത്തുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അതേപോലെ ഇതൊക്കെ ഇഷ്ടംപോലെ കാണാനുണ്ട്. പക്ഷേ കഴിക്കുള്ളതല്ലേ. ഇതിൻ്റെ എന്നിട്ടൊന്നും മറിച്ച് മാത്രമേ ഉള്ളൂ, തിന്നില്ല ഒന്നും, വെറുതെ മറിച്ച് കളഞ്ഞല്ലേ. നമ്മുടെ അവിടെ കോവിയുടെ പട്ടി കിടന്ന് ബഹളം ഉണ്ടാക്കിയ പിന്നെയാ നമ്മളറിഞ്ഞത്. ഓർത്തയില്ല. ഇവിടെ കാണുന്നുണ്ടല്ലേ. അതെന്നാ മറ്റേ കുപ്പി നോക്കിയിട്ടേക്കുന്നത്? ആ കമ്പി തമ്മിൽ അടിക്കുമ്പോൾ ഒച്ചയാക്കാണല്ലേ, പന്നീനെ കേൾപ്പിക്കാനല്ലേ. വീണ്ടും ഇത്ര അടുത്തല്ലേ. ഇവിടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങിയേ അല്ലേ. ആ താഴെ ഇങ്ങോട്ട് വന്നല്ലേ. അങ്ങനെ വന്ന അങ്ങോട്ട് വലിച്ചു വളയ്ക്കുമ്പോൾ ചേട്ടാ അറിയുന്ന രാവിലെ എത്ര മണിയായപ്പോഴാ? 3:30 നേരിട്ട് കണ്ടോ? പിന്നെ അല്ലേ. എത്ര എണ്ണം ഉണ്ടായിരുന്നു? പടക്കം പൊട്ടിച്ച് പിന്നെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 എണ്ണം ഇവിടെ ഉണ്ടായിരുന്നു. 3 എണ്ണം അല്ലേ. ഒരു 2 വലുതിനും കുറിച്ച്
ഇത് നമ്മളിപ്പോൾ ആ കണ്ട പ്രദേശത്തിൻ്റെ തൊട്ട് താഴത്തുള്ളൊരു പ്രദേശമാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ വീട്, ഇവിടെ വീട്, ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലം കേട്ടോ. മൊത്തം എങ്ങോട്ട് തിരിഞ്ഞാലും വീടുകളുള്ള സ്ഥലമാണ്. എല്ലായിടത്തും വീടുകളുള്ള സ്ഥലമാണ്. ഇവിടെ ഹലോ, ഇവിടെ കപ്പ ഇത് തന്നെയാ. മോൾ ഭാഗം പെരയുടെയൊക്കെ പറഞ്ഞ ഭാഗമായി. നമ്മൾ നേരത്തെ കണ്ട നേരത്തെ കണ്ട സ്ഥലത്തിൻ്റെ ആദ്യം കണ്ട സ്ഥലത്തിൻ്റെ അല്ലേ. എന്താ ചേച്ചി? ഇതേ പോയല്ലേ. ഇപ്പോൾ ശരിയാ, ഇതിൽ തന്നെയായിരിക്കും താഴേക്ക് ഇറങ്ങി. അതെ, ഇവിടുന്ന് കയറിയിട്ട് താഴോട്ട് ഇറങ്ങിയതാ. ഇപ്പോൾ ശരിയാ. അല്ല, അതാണ്, വേറെ വഴിയില്ല, അത് തന്നെയാ. അതിലങ്ങനെ അല്ലേ. നമ്മളിപ്പോൾ കാണുന്നുണ്ടോ, ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു പോർഷൻ, ആ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ താഴത്തേക്കൊക്കെ ഇതുണ്ടോ, അതിൻ്റെ താഴത്തേക്കൊക്കെ തെങ്ങും കവുങ്ങും ഒക്കെ ഉള്ള ജനവാസ മേഖലകളായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് സ്ഥലമൊക്കെ വിറ്റ് താഴേക്ക് ഇറങ്ങി പോയത്. സ്ഥലം ഇട്ടിട്ട് പോയി. അപ്പോൾ സ്ഥലം ഇട്ടിട്ട് പോയി ഇപ്പോൾ എല്ലാവരും താഴേക്ക് ഇറങ്ങി പോയപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ പറമ്പിലേക്കൊക്കെ ആന ദിവസം വരുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു. ആണല്ലേ. അപ്പോൾ ആന വീണ്ടും ആ ഒഴിവാക്കി പോയ സ്ഥലത്തിലേക്ക് ആന ഇറങ്ങി തുടങ്ങി. അതിനുശേഷം പിന്നെ അടുത്ത പറമ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റിനോട് ചേർന്നുള്ള ആൾക്കാരെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞ് ഈ വലിയ എന്താ പറയുക വീരവാദി മുഴക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഭാഗത്തുള്ളവർ ഒഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയുള്ള ആളുകൾ ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലുള്ള ആളുകളായി. അപ്പോൾ വീണ്ടും അവരുടെ അടുത്ത ആൾക്കാരുടെ പറമ്പിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങും. അതിങ്ങനെ എക്സ്റ്റെൻഡായി അങ്ങനെ ഈ പ്രദേശം മുഴുവൻ കാടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ കൃത്യമായിട്ട് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മാർഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉള്ള മാർഗ്ഗങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തൊരു പരിഹാരമായിട്ടുള്ളത്. ഏതായാലും ചന്ദനക്കാമാറ പ്രദേശത്തേക്കൊക്കെ ഇത്രയും താഴത്തേക്കൊക്കെ ആന വരുന്നത് ആദ്യമായിട്ടാണ്, ഇവരുടെയൊക്കെ പറമ്പിലേക്കൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കൊക്കെ ഒരു പേടിയുണ്ട്. കാരണം പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ ആന ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.